ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. ഇന്ന് ഞാൻ രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് വൈകിട്ടാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നോമ്പാണ്. അപ്പോൾ ഉമ്മാക്കുള്ളൂ കേട്ടോ നോമ്പ്. എനിക്കൊന്നും നോമ്പില്ല, നോമ്പ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോമ്പ് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നാരങ്ങ മരത്തിൽ ഇതാ രണ്ടാമത് ഇവിടെയൊക്കെ ചെറിയ പൂവൊക്കെ ഇട്ട് വരൽ തുടങ്ങിയിരിക്കണേ. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഞാൻ നോക്കുമ്പോഴാണ് ഒരു സംഭവം കാണുക. പുളിയറുമ്പിൻ്റെ കൂടാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പുളിയറുമ്പ് കൂട് വെച്ചതാണെന്ന് തോന്നുന്നു. നല്ലൊരു വലിയ കൂടുണ്ട്, നിറയെ പുളിയറുമ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ മരത്തിന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ട് എല്ലാ ഇലകളും വെള്ള കളറായിട്ട് മാറിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഒരാളും ചോദിച്ചു, എന്താ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വെള്ള കളറായിക്കണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പൈപ്പ് വെള്ളം വരുന്നത് ഞാനിതിന് ചില ദിവസം വെച്ച് കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറയലുണ്ട് ഇങ്ങനെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് വരുന്ന വെള്ളമല്ലേ, അതങ്ങനെ വെക്കാൻ പാടില്ല, നല്ലതല്ല, ചെടികൾക്കൊന്നും പിടിക്കണത്, ചെടിയൊക്കെ കരിഞ്ഞു പോകുന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പം ഞാനിതിൽ കുറച്ച് വിട്ടിട്ടാണ് വെച്ചുകൊടുക്കൽ. എന്നാലും ഇത് ചെറിയൊരു തടത്തിൻ്റെ ഉള്ളിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വെള്ള കളർ ഇങ്ങനെ എല്ലാ ഇലകളും വെള്ള കളറായി മാറിയിരുന്നു. പിന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കലുണ്ട്, സാധാ വെള്ളം ഇപ്പം ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കലുണ്ട്. ഒരു വീട്ടിലെ 3 പേരും രോഗബാധിതരായി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. വലിയൊരു തുക ചികിത്സക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ചിലവ് വരുന്ന ഈ പാവപ്പെട്ട കുടുംബത്തെ കനിവുള്ളവരെ നിങ്ങളാൽ കഴിയുന്ന വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മളിൽ ആർക്കും വരാവുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങളെ തൊട്ട് സർവശക്തൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുവാനാകട്ടെ. അപ്പോൾ ഞാൻ നാരങ്ങൻ്റെ ചോട്ടിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു വണ്ടി വന്നത് കേട്ടോ. ഒരു പിരിവിനായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഒരു വീട്ടിലെ 3 ആൾക്കാർക്കും അസുഖമാണ് കേട്ടോ. ഒരാൾക്ക് സ്ട്രോക്കും, ഒരാൾക്ക് 2 കിഡ്നി തകരാറിലായിട്ടും, ഒരാൾക്ക് എന്തോ മാനസിക രോഗമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലാണ് അതിൻ്റെ പിരിവിനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും പൈസ ഒക്കെ കൊടുത്തു, നമ്മളെ വീട്ടിൽ നിന്നും കൊടുത്തു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷം കേട്ടോ. ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റിന് വണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഒച്ചയും പാളൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഇങ്ങനെ ഒരു വണ്ടിയാണെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും പോയിട്ട് ഐസുകുട്ടിയൊക്കെ ഇതാ പോയിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്, അയാളടുത്ത് എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലും കുടുംബത്തിലും നമ്മളെ അയൽവാസിയിലും ഒന്നും ആർക്കും ഒരു മാരക രോഗങ്ങളും പഠിച്ചവൻ കൊടുക്കാതിരിക്കട്ടെ. നമ്മളൊക്കെ ശരീരത്തിൽ എന്തെല്ലാം അസുഖം ഉണ്ടെന്ന് പഠിച്ചവനക്ക് ഒരാൾക്കേ അറിയുള്ളൂ. നാളെ നമുക്ക് ഈ അവസ്ഥ വരുമോ വരൂലേന്നൊന്നും നമുക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. ഒക്കെ മുകളിലിരിക്കുന്ന ഒരാളെ കയ്യിലാണ്. അപ്പോൾ ആര് ശരീരത്തിലും ഇതേപോലെ മാരക രോഗങ്ങളൊന്നും തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. നമ്മൾ പൈസ ഇല്ലാതെ ഒരു അസുഖം വന്നിട്ട് മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടുന്ന അവസ്ഥ ഒന്നും നമുക്ക് ആർക്കും പഠിച്ചോ തരാതിരിക്കട്ടെ. നമ്മൾ വൈകിട്ടാണ് കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. രാവിലെ കഴിക്കാനുള്ള അത്യാവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ. അപ്പോൾ ഇന്ന് ഇപ്പോൾ വൈകിട്ടാണ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, കടലക്കറി. അപ്പോൾ അതിലേക്ക് തക്കാളിയും അതേപോലെ വെളുത്തുള്ളിയാണ് പച്ചക്കറി ആയിട്ട് ചേർക്കുന്നത്. ബാക്കി പൊടികളാണ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ കുക്കറിലിട്ടിട്ട്. അമ്മ എൻ്റെ ആൾക്കാർക്ക് ഫ്രിഡ്ജാണ് കാണാമല്ലോ നിങ്ങളെ. ഇതാ എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അറിയോ. പറിച്ചോനെ മീൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം, എല്ലാം അവിടെ കുടുങ്ങിയിരിക്കണ മീൻ. ആ മീൻ എന്നിട്ട് എന്തൊക്കെയുണ്ട്. ഇവിടുത്തെ ഡോറ് പോയിട്ട് ഞങ്ങളെ ഫ്രിഡ്ജിൻ്റെ ഡോറില്ലേ ഫ്രിഡ്ജിന് എല്ലാ കുറേ സാധനങ്ങൾ ഞങ്ങളെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങി കടിച്ച പഴം അത് അടിയിരിക്കുന്നു. ഇടുക്കായാണ് ഞങ്ങളമ്മ തരൂല ചോദിച്ചിട്ട് ഉമ്മാക്ക് പേടിയാണ്. അപ്പം ഇന്ന് ഇമ്മാക്ക് നോമ്പായതുകൊണ്ട് നമുക്ക് ഇന്ന് നോമ്പ് ബ്ലോഗാണ് കേട്ടോ. അപ്പം ഉമ്മാക്ക് ഇന്ന് നോമ്പറക്കാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കണത്. ഇതൊക്കെ ഫ്രൂട്ടി കുപ്പിയാണ് കേട്ടോ. ഇതിലൊക്കെ ഫ്രൂട്ടിയാണ് നിങ്ങൾ വിചാരിച്ചല്ല. ഇതിൽ സുർക്ക, ഇതിൽ നന്നാരി, ഇതിലെത്താന്നുമ്മ ഇത് നന്നാരിയാ. നന്നാരിൻ്റെ വലിയ കുപ്പി വെച്ചിക്കാണ്ട് കുഞ്ഞു കുഞ്ഞിയിലാക്കി വെച്ചിക്കണം. അപ്പം അമ്മക്ക് ഇനി ജ്യൂസ് അടിക്കണം അത്ര. അപ്പം ഞങ്ങളിതാ വലിയ ബ്രഷൊക്കെ ഇവിടെ പൂറ്റിയൊക്കെ കേട്ടോ. ഒരു ബ്രഷ് ഇവിടെ വെച്ചിക്കാണ്ട് ബ്രഷൊന്നും കാട്ടല്ലേന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതാ ഓറഞ്ച് എൻ്റെ അമ്മ 100 ഉറുപ്പിക കൊടുത്തിക്കാണ്ട് ഇത് ഓറഞ്ച് അല്ലല്ലേ, പച്ച ഓറഞ്ച് മേടിച്ചിക്കാണ്ട് വന്നിട്ട് കേട്ടോ. ഇതൊന്ന് തിന്നാനും കൂടി വെച്ചാൽ 50 ഉറുപ്പികക്കാണ്. അപ്പോൾ ഇന്ന് ജ്യൂസ് അടിച്ചിട്ട് ഈ മുതലിനെ വെച്ചിട്ടാണ് കേട്ടോ. ഇക്കറിയില്ല, ഞാൻ ഇതുവരെ കുടിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പ്രശസ്തമായിട്ടുള്ള ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ജ്യൂസ്. അപ്പോൾ ഇതാ കക്കേരിക്ക ജ്യൂസാണ് കേട്ടോ. എടി ഇതിന് കുക്കുംബർ നേരെ പറയൽ. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കണത്. അതൊക്കെ എടുത്ത് വെച്ചിരിക്കണത്. ഇതൊക്കെ ഇന്നലെ അമ്മ പോയപ്പോൾ ചീരൻ്റെ ഇലയും പിന്നെ പച്ച ഓറഞ്ചും 50 ഉറുപ്പികയും കളഞ്ഞാണ്ട് പച്ച ഓറഞ്ച് മേടിച്ചിക്കാണ് പോകുന്നേക്കണേ. അതൊന്നും ഒക്കെ വാങ്ങി കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിക്കുകയാണ് ഇന്ന്. അപ്പോൾ തീരെ ക്ലിയർ ഇല്ലല്ലേ. ഇനി ഉമ്മ മുന്നിലേക്ക് പോയി നിൽക്കൂട്ടെ. ഈ ക്യാമറൻ്റെ ഇടിന്നെ കാണിച്ചിട്ട് ഇറങ്ങണം നോല് ഒളിച്ചു. തീരെ ക്ലിയർ ഇല്ല. എന്താണെന്നാവോ ലൈറ്റ് ചെയ്യാത്തോണ്ടാണ് തോന്നുന്നത്. ആ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിക്കണ്, എന്നാലും ക്ലിയർ ഇല്ല. ഈ കാര്യം മുഖം പിടിച്ചിട്ട് ഒരു ക്ലിയറും കിട്ടണില്ല. ഫോണിനും എന്തോ പറ്റിക്കണം കേട്ടോ. അപ്പോൾ ആ സ്റ്റൂളില്ലേ അയിമിരുന്നിട്ടാ ഞാൻ ചോറുന്നൽ. അല്ല സ്റ്റൂളല്ല, കസാല. അവിടെ ഇങ്ങനെ ഫോൺ വെച്ചിക്കാണ്ട് ആ ബെഞ്ചിമേ, അതാണ് എൻ്റെ ഫുഡിങ് സ്പേസ്. പകലൊക്കെ ഞാൻ പുറത്ത്
ആ ബെഞ്ചിലെ പൊട്ടിയ ബെഞ്ച് അതിമ പോയിരിക്കും. അപ്പം അമ്മ പുറത്തേക്ക് മണ്ടിക്കണം, ഞാൻ വീഡിയോ എടുക്കുകയാണ് കാരണം അപ്പം അമ്മ മുങ്ങിട്ടാ. അപ്പോൾ നമ്മളിവിടെ ജ്യൂസ് ഉണ്ടാക്കണം. ഇവിടെ ഇമ്മ പറഞ്ഞിട്ട് എന്നോട് തോല് കുറേ കളയരുത് എന്നിട്ടാ, നഷ്ടം വരും എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് കുറച്ച് ചെത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇട്ടമ്മ ചെത്തുമ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് ചെറിയതായിട്ട് ചെത്തിയാൽ മതി തോലെന്ന്. 50 റുപ്യ നഷ്ടാവും അത്ര. എന്താല്ലേ അക്കരിക്ക ജ്യൂസിനുള്ളത് റെഡി ആക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ഞങ്ങളെ എന്താണ് അലങ്കോലകൃതമൃതമായ ഞങ്ങളുടെ അടുക്കളയിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലട്ടെ ഈ അടുക്കളയിൽ. അപ്പോൾ അത് ഉമ്മാൻ്റെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ക്ലാസ് കേട്ടോ, ഫ്രീ കിട്ടിയ ക്ലാസ്സാണ് ഇത്. അപ്പോൾ ക്ലാസ് ഇപ്പോൾ ഞാൻ 3 എണ്ണം പൊട്ടിച്ച്, ഞാനൊന്നും എൻ്റെ മകൻ 2 എണ്ണം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് കേട്ടോ, അവർ ക്ലാസ് പൊട്ടിച്ചാരായിട്ടുള്ള ആൾക്കാരാണെന്ന്. ഇത് ഇന്ന് രാവിലെ പൊരിച്ച മീനിൻ്റെ ബാക്കി. ഇനി അടുത്ത ഉമ്മാക്ക് ഇതാ നോമ്പറക്കുമ്പോക്കിന് രാത്രിക്കൊക്കെ പൊരിക്കാനുള്ള കേട്ടോ മസാല ഒട്ടി വെച്ചതാണ്. മീൻ എന്ന് പറഞ്ഞാൽ അയിലക്കണേന് അല്ലമ്മ, അയിലക്കണേനല്ല മീൻ. അപ്പോൾ അയിലക്കണേനാണ് കേട്ടോ മീൻ. അത് ഉമ്മക്ക് വേങ്ങണതേ ഇഷ്ടമില്ല, അയിലക്കണേന് ഇഷ്ടമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാ. ഇതിപ്പോൾ വേങ്ങിയപ്പോൾ ഉമ്മ തിന്നിട്ടില്ല, ഞങ്ങൾ തിന്നപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇത്രയും കാലം വാങ്ങണ്ട പറഞ്ഞ മീൻ എന്ത് രസം ഉണ്ടായിരുന്നു. ഉമ്മ പറയട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ മീൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു സംഭവം ഉണ്ടിട്ട്, അത് കാണിച്ചു തരാം. തേങ്ങ ചുട്ടിട്ട് ഞാൻ വെച്ചു കൊടുത്തതാണ് കേട്ടത്. ഈ കെണി ഇതിൻ്റെ ഉള്ളിൽ തേങ്ങ ചുട്ടതാണ് വെച്ചിരിക്കണത്. എങ്ങനെ വെച്ചാലും ഇതിൻ്റെ ഉള്ളിൽ എലി കയറൂല. എലി അല്ലാത്തോടത്തൊക്കെ ഇങ്ങനെ നടക്കും, പക്ഷേ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ കയറൂല. അപ്പം ഉമ്മ പറഞ്ഞാണ് തേങ്ങ ചുട്ടിട്ട് വെച്ചാൽ മതി. തേങ്ങ ചുട്ടിട്ട് ഇന്നലെ വെച്ചിട്ടും എലി കയറിയിട്ടില്ല കേട്ടാ. അങ്ങനെ ഇനിയിപ്പോൾ ഇന്നും കൂടി ഇതിങ്ങനെ വെക്കും. നാളെ ഇനി പഴയാണ് കേട്ടോ വെക്കണത്. എന്നിട്ട് നോക്കാം എലിനെ കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് പോരുക. എൻ്റെ എല്ലാം താളിച്ചത് രാവിലെ താളിച്ചതാണ് കേട്ടോ. അത് മക രാത്രിക്കൊക്കെ ഉണ്ടാവും ഇനി കഴിക്കാനായിട്ട്. പിന്നെ ഇതിൽ കടലക്കറിയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോൾ ഉണ്ടാക്കി കഴിയും നമ്മളെ ജ്യൂസ്, കക്കരിക്ക ജ്യൂസ്. നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണട്ടെ. ഈ സമയം കൊണ്ട് വലിയ ഇവിടുന്ന് ആക്കി കഴിയണമെന്നില്ല. അപ്പോൾ പുറത്ത് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അയൽവാസി ഇന്ന് അവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്, കാണാനില്ല കേട്ടോ പുറത്തൊന്നും. അപ്പോൾ അത്രയ്ക്ക് ഞാൻ കോഴിക്കളയും കാണാനില്ല ഇവിടുത്തെ ഞങ്ങളവിടുത്തെ. നമുക്ക് പുറത്തേക്ക് പോകട്ടെ. പുറത്തുനിന്ന് കുട്ടികളെ ഒച്ചയ്ക്കുണ്ട്, എന്താ കാട്ടിന് നോക്കട്ടെ. ഐസിയിലൊക്കെ പുറത്തേക്ക് പോയിക്കണം കേട്ടാ. കല്ലട്ടീൻ്റെ മോള് കേടിക്കടാ, ചെവ ഇറങ്ങിക്ക. അതിൻ്റെ ഡാൻസ് ആയിമെന്ന് വീണാൽ നല്ല രസം ഉണ്ടാവും. അജോ ഇവിടെ വേറെ എന്തൊക്കെയാണ് കാണിട്ടില്ല. ഇനിയോടെ അപ്പം ഞാൻ അയൽവാസിനെ കാണാൻ അറിഞ്ഞില്ല. അയൽവാസിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. അയൽവാസീൻ്റെ കുട്ടി ഇവിടെ ഉണ്ട്, ഐസിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഓല് പോയിട്ടില്ല. എന്താ മക്കളെ നിങ്ങളെ അമ്മക്കത് കാണട്ടെ. അയിമെന്ന് ഇറങ്ങിക്കളാ, കല്ലട്ടി വീണിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണിച്ചാ. നാളെ ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കണ്ടോളൂ. നിങ്ങളെ അമ്മക്കട്ടെ നല്ല അടിയിട്ടിക്കോളും. സ്വത്തൂര് സബാനിക്കും നല്ല അടിയിട്ടിക്കോളും. വേണ്ട. അപ്പം നമുക്കിനി ജ്യൂസ് എന്തായി നോക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേരെ പോയാൽ ബാത്റൂമാണ് കേട്ടോ, അങ്ങോട്ട് പോകണില്ല. അപ്പോൾ വാതിലടക്കട്ടെ. ഇന്നവിടെ കണ്ടില്ല നിങ്ങൾ, കാണിച്ചു തരാം. അപ്പോൾ ഞാനിതട്ടെ വീഡിയോ മുടിച്ച് നിൽക്കണ് ഫ്ലാറ്റ്. അപ്പോൾ ഇത് ഞങ്ങളെ അലമാരയാണ് കേട്ടോ, പഴയ സാധനങ്ങൾ ഇട്ടേക്കണ അലമാര. ഇത് നമ്മളെ അയൽവാസിൻ്റെ അടുത്ത് തന്നതാണ് കേട്ടോ പോലെ പഴയത്. അങ്ങനെ അതാ ഇനി ജ്യൂസിൻ്റെ കാര്യം നോക്കാം നമുക്ക്. അതൊക്കെ പോട്ടെ. ജ്യൂസായോ? ജ്യൂസ് ഇതാ അരിഞ്ഞിടുകയാണ്. ഈ ഒരു ജ്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുടിക്കാനും പോണത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അപ്പോൾ നമുക്കിന് ടേസ്റ്റ് നോക്കല്ലേ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിട്ട്. ഇനി ഇതിലേക്ക് പാലാണ് കേട്ടോ ഒഴിക്കണത്. പിന്നെ ഇതിലേക്ക് ആവശ്യം ഏലക്കായും പഞ്ചസാരയും, അത് മാത്രം പോരാ. അപ്പോൾ 2 ഏലക്കായും കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടില്ല പഞ്ചസാര. എടി കുറച്ചിട്ടാൽ മതി, ഇമ്മക്ക് പ്രമേഹല്ലടി. ഇക്ക് കുടിച്ചാളാണ് കേട്ടോ, ഇക്ക് വേറേക്ക് ഞാൻ പഞ്ചസാര ഇട്ടോണ്ട്. അപ്പോൾ ഏലക്കായ ഇടുന്നുണ്ട്. ഇത് ഏലക്കായ്, ഇത് ഞങ്ങളോടത്തെ ഏലക്കായിൻ്റെ പാത്രം മാറിക്കുക, അത് കാണിക്കട്ടെ. എന്നാ അതൊക്കെ മതി. അപ്പോൾ ഇതാണ് ഞങ്ങളെ പഞ്ചസാര പാത്രം, തൂക്കപാത്രത്തിലാണ് കേട്ടോ. അത് എറുമ്പായിട്ടാണ് ഇതിലേക്ക് വെച്ചേക്കുന്നത് കണ്ടാ. ഉറപ്പേന്ന് ഏതെങ്കിലും ഒരു എറുമ്പെങ്കിലും ഇതിലുണ്ടാവും എന്നുള്ളത്. ഓടാടാ ഇവിടെ, ഓടാ ഇവിടെ. അത് കിട്ടിയില്ല. ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതാണ് ഇപ്പോൾ ജ്യൂസ് ഇട്ടാ. അപ്പോൾ വെള്ളം ഒഴിച്ചോ? ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കൂലേ അല്ലേ? അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്താലാണ് എനിക്കൊരു ഉഷാറുണ്ടാവുക. പിന്നെ അതേപോലെ എന്താ പറയാനുള്ളത് വെച്ചാൽ നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം കമൻ്റ് ഇടുക. അപ്പോൾ ജ്യൂസൊക്കെ ഇതാ അവരെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല അരച്ചിട്ടല്ല അടിച്ച് കൊടുത്തിരിക്കണേ. ആ കയ്യിലിട്ട് ഇളക്കിക്കാം. ആ കുഴപ്പമില്ല, ഒരു പിസ്ത ഷേക്കിൻ്റെ ഒക്കെ പോലെ ഉണ്ട് കാണുമ്പോൾ. ടേസ്റ്റ് ഉണ്ടോ? നോമ്പ് ചെയ്യാത്ത ആൾക്കാരാണ്. അങ്ങനെ ഞാൻ ചാവിയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. പുറത്ത് എപ്പോഴും പൂട്ടിയിടലാണ്. ഇവരൊക്കെ ഇങ്ങനെ പോണതുകൊണ്ട് കേട്ടോ. അവർ വല്ല ഫോൺ കളിയിലാണ് കേട്ടോ. അങ്ങനെ അവിടെ പൂട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഇത്രയും നേരം. ഞാൻ ഇനി പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരണം. എന്താണ് അയലുമ്പോൾ തോരട്ട ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയില്ല, ഇനിയിപ്പോൾ സമയമായി. വല്ല ഫോൺ കളിയിലാണ്. ഓനക്ക് ജ്യൂസൊക്കെ കൊടുക്കണം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ നോക്ക് വേഗം. ഈ മോൻ്റെ അത്ര പോരാ, ഓൻ്റെ അമ്മ ഉണ്ടാക്കിയ ജ്യൂസല്ലേ. അപ്പം നമ്മൾ പുറത്തേക്ക് പോയിക്കാണ്ട് ഡ്രസ്സ് എടുത്തോണ്ടട്ടാ. ഒന്ന് തുറക്കട്ടെ. എന്താ ചൊത്തേ? അമ്മ ഒന്നും തിന്നാൻ കൊടുത്തിട്ടില്ലല്ലോ. അമ്മ ഒന്നും തിന്നാൻ കൊടുത്തിട്ടില്ല, അരി ഒന്നും എടുത്തിട്ടില്ല. അമ്മ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടാ. അവിടെ പോയിക്കോളി. അവന് ഡ്രസ്സൊക്കെ എടുക്കണം. ഇവിടെ എല്ലാവരും നല്ല കളിയിലാണ് കേട്ടോ. ഫുട്ബോൾ കളിയിലാണ്. നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കുറേ ഉള്ളത്. എടാ എല്ലാവരും ഒരു ഹായ് പറഞ്ഞാണി. എടാ ചെക്കന്മാരെ ഒന്ന് ഹായ് പറയോ? ആ ക്രിൽസിൻ്റെ മോള് കയറിയിട്ട് വീഴല്ലേട്ടാ. എന്തിയാ എന്തേ? ഞാൻ ഈ ഫോൺ വെച്ചിക്കണതോ? അല്ലല്ലോ, ഇത് പഴയതാടാ. അത് ജസിയാൻ്റെ അല്ലേ, മാപ്പളിൻ്റെ ആണ്. ഓൻ്റെ ആണോ പൊട്ടിയപ്പൊക്ക് തന്നതാണ്. ബ്ലോഗറതല്ലോ, ഓൻ്റെ സെൽഫി സ്റ്റിക്കാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് അയിമലാണ് ഇട്ട് വെച്ചിങ്ങനെ ഫോണ്. അപ്പോൾ എന്നാ വാങ്ങിയെന്നൊക്കെയാണ് കുട്ടികൾ ഇന്നിങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. എന്താ ചെയ്യുക? അമ്മ നമ്മളെ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഞാൻ റൂമിൽ കൊണ്ടുപോയിക്കാണ്ട് ഇതൊന്നും ഇടട്ടാ. ഡ്രസ്സ് അങ്ങനെ ഇട്ടു. അപ്പോൾ ഇത് എന്താണ്, ഞാൻ ഈ റൂമിലല്ല കേട്ടോ കിടക്കൽ. അപ്പോൾ ഓരോ ഡ്രസ്സ് കഴിഞ്ഞു അത് ഞാൻ അവിടെ കൊടുന്ന് ഇട്ടെടുത്തു. ആ കലങ്കോലായി കിടക്കാൻ കേട്ടോ. പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് എത്ര ഒതുക്കി പെറുക്കി വെച്ചാലും ഇത് ഇങ്ങനെ തന്നെ ആയിക്കാരട്ടാ. നന്നാക്കിയിട്ടാലും ഇങ്ങനെ തന്നെ കൊടുക്കും. ഒക്കെ വലിച്ച് വാരിട്ട് കണ്ട്. അപ്പോൾ ഇതാ ചീര ഇമ്മാക്ക് ഇതാ ഞങ്ങൾ രാവിലെ ഒക്കെ കൂട്ടി ചീരയാണ് ഇട്ടത്. ഞങ്ങൾക്കൊക്കെ ഇത് വെന്തിക്കണം, ഒരു കുഴപ്പമില്ല ഈ ചീരക്ക്. പക്ഷേ ഉമ്മാക്ക് വെന്തിട്ട് അമ്മക്ക് അങ്ങനെ പ്രശ്നം ഉണ്ട്. ഉമ്മ വെച്ചുണ്ടാക്കിയത് അല്ലെങ്കിൽ പിന്നെ അതൊന്നും വെന്തിട്ടുണ്ടാവില്ല. എത്ര വേവിച്ചാലും വെന്തിട്ട് ഞാൻ നനങ്ങാണ്ടിരിക്കും. അപ്പം എന്നിട്ട് രണ്ടാമതും വേവിപ്പിക്കണം കേട്ടോ. ഇതെന്താണ് ഇന്നലത്തെ ചീരയാണ് ഇട്ടത്. ഈ ചീരൻ്റെലൊന്നും സത്യം പറഞ്ഞാൽ ഈ ഏത് ഇലക്കറി ആയാലും പിറ്റേ ദിവസത്തേക്ക് ചൂടാക്കി കഴിക്കാൻ പാടില്ല കേട്ടോ. ഇലക്കറികൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഇലകളൊന്നും അങ്ങനെ വെച്ചൂല. അപ്പം ഉമ്മ ഇതാ ഇതിപ്പോൾ ഇന്നത്തെ കറിയാണ് കേട്ടോ. ഇതിക്ക് കൊട്ടിയത് ഇന്നലത്തതാണ്. ഇന്നലെ ഉണ്ടാക്കിയതാണ് ആ കൊട്ടിയത് ചീരക്കറി. ഇവിടെ രാവിലെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് വെന്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാണ്ട് പിന്നെയും വേവിപ്പിക്കാണ്. എന്തായാലും വേവട്ടെ, ഉമ്മക്കാണ്ട് വെന്ത് ആണ് ആവട്ടെ എന്നാലും. അപ്പോൾ അതങ്ങനെ വെച്ചാണ്. ഇനി മീൻ പൊരിക്കലാണ് കേട്ടോ അടുത്തത്. അപ്പം നിങ്ങൾക്ക് വേവ് ശരിയായപ്പോൾ സമാധാനമായാ? എന്നാ മതി. അതാ മുന്തിരി മുറിക്കണം കേട്ടോ, പച്ചമുന്തിരി. എൻ്റെ ഐസിന് എന്നെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ പോവാണ്. യോ മൂത്താപ്പാടുന്നോ ചക്കൊക്കെ കൊടുന്നിക്കണം അമ്മാൻ്റെ കുട്ടി. ആരോടുന്നാണ്? മുത്തുമോളോർന്നോ? മുത്തുമോളോർന്ന് ചക്കൊക്കെ പോയിക്കണം കേട്ടാ. വാങ്ങി കൊടുന്നിക്കണം ഓന്. അപ്പം ഇന്നലെ ഓന് ചക്കക്കൊല്ല ഒളിച്ച് ചെയ്യുന്നിട്ട് ഇവിടെ ഓനക്ക് നമ്മളെ അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് മുട്ടിയാത്താടുന്ന് ഇടിച്ചൊക്കെ കൊടുന്നപ്പോൾ ഓൻ്റെ വിചാരം സാധാ ചക്ക പൊത്ത് തിന്നണാണെന്ന് വിചാരിച്ചുകൊണ്ട് ചക്കാറുണ്ടെന്ന്. അപ്പം ഉമ്മാക്ക് ഇപ്പം ഇനിയിപ്പോൾ നോമ്പ പറക്കാൻ നേരത്തേക്ക് ആനക്കുട്ടീനെ തിന്നു വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചക്കട്ടത് പച്ചച്ചക്ക ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പച്ചച്ചക്ക ഇങ്ങനെ പച്ചക്ക് തിന്നുന്നത് ഈ വിളഞ്ഞി ആക്കി പെണ്ണ് മേത്ത് ഇല്ലാന്ന് പറഞ്ഞാണ്ട് വെച്ചിരുന്നിട്ട് ഈ വർഷത്തെ ആദ്യത്തെ പച്ചച്ചക്കയാണ് ഈ ഇരിക്കണത്. പിന്നെ ഇടിച്ചക്ക ഉണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇടിച്ചക്ക അവിടെ വെച്ചിക്കണേ. ഇടിച്ചക്ക അത് അവിടെയും വെച്ചിക്കണം. ഇടിച്ചക്ക ഇവിടെയാണ് വെച്ചിക്കണത്.
അങ്ങനെ അത് ഇന്നലെ കിട്ടിയതാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇന്നലെ ഐസിന് പോയിട്ടില്ല, ഐസിന് പോകാൻ നിന്നപ്പോൾ അവിടുന്ന് മിസ്സിന് ഇങ്ങോട്ട് കൊടുത്തു തന്നിട്ടാ. അത് അങ്ങനെ അതും കിട്ടിയിരിക്കണം. ഈ ജനലൊക്കെ അടക്കണം കേട്ടോ. ഇനിയിപ്പോൾ കൊതുക്കെ ഇങ്ങനെ കയറൽ തുടങ്ങും. അപ്പോൾ ജനലൊക്കെ അടച്ചിടണം. അപ്പോൾ ആകെ ഇരുട്ടേ കയറട്ടെ. അതിൻ്റെ ഉള്ളിൽ പിന്നെ ലൈറ്റ് ഇട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കിടക്കുന്ന റൂം പറഞ്ഞാൽ ഇവിടെയാണ് ഞാൻ കിടക്കൽ. ഇവിടെ അങ്ങനെ വലിച്ചു വാരി തന്നെ കയറാൻ കിടക്കുന്നുണ്ടാവുക. ഇവിടെ കെടുക്കല് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇവിടെ കെടുക്കലില്ല. ഇമ്മ മാത്രം ഈ ഭാഗത്ത് മാത്രം കെടുക്കുള്ളൂ. ഞങ്ങൾ കെടുക്കണം ഇങ്ങോട്ട് തലച്ചിട്ടേക്കാരം കെടുക്കട്ടാ. അവിടുന്ന് ഒരു കൗക്കോല് പോയിക്കണിട്ടാ. കണ്ട ഓട് മാത്രം നിൽക്കണേ. ആ പട്ടിക പോയിക്കണിട്ട് അവിടുന്ന്. അത് വീണ് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ കെടുക്കുമ്പോൾ ഞങ്ങളെ മേത്തേക്കല്ല അപ്പുറത്തേക്ക് വീണതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ ഈ ഒരു ബെഡ് ഇട്ടിട്ട് ഞങ്ങൾ ഹോളിൽ അവിടെ ഇട്ടിട്ട് കെടുക്കല്. എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ്, നല്ല അലങ്കോലകലമതമായി കെടുക്കുകയാണ് കേട്ടോ എൻ്റെ റൂമും. ആ സാധനങ്ങളും പിന്നെ അതേപോലെ ബെഡിലായാലും വിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആകെ ഇങ്ങനെ കെടുക്കുകയാണ്. പിന്നെ അലമാര തുറക്കും വേണ്ട. അലമാര ശരിക്കും പോലെ അടക്കാനൊന്നും പറ്റൂല കേട്ടോ. തുറക്കും വേണ്ട. ആകെ വലിച്ചു വരി കെടുക്കേക്കാരട്ടാ. അപ്പം ഞങ്ങളോടെ എന്ന് പറഞ്ഞാലില്ലേ ഇതെന്താണ് മല്ലിപ്പൊടി ചായപ്പൊടി വരെ അലമാറയിലാണ് കേട്ടോ. ഞങ്ങളോടത്തെ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇമ്മ ഇങ്ങോട്ട് നോക്കി, ഇതിൻ്റെ ഉള്ളിലേക്ക് എലി വന്നിക്കണ് കേട്ടാ. ഇതാ ചായപ്പൊടി ഇതവിടെ പൊയ്ക്കണ്. ഇതാ ഞങ്ങൾ എലിനെയും പൂച്ചനൊക്കെ പേടിച്ചിട്ട് ഞങ്ങൾ ഇതിലാണ് വെക്കല്. ഞങ്ങളടുത്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഞങ്ങൾ അൽമാരയിലാണ് വെക്കല്. കണ്ടാ ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്തൊക്കെയാണ്? പിന്നെ ഡ്രസ്സുകളും. അപ്പോൾ അലമാരൊന്നും എത്ര വൃത്തിയാക്കിയിട്ടാലും കാര്യമില്ല കേട്ടോ. അതാണ് ഉമ്മാൻ്റെ അറട്ടാ. ഉമ്മാൻ്റെ സാധനങ്ങളൊക്കെ ഡ്രസ്സൊക്കെ വെക്കണത്. പിന്നെ ഉള്ളത് എൻ്റെ ഐസിൻ്റെയാണ് വെക്കൽ ഇതിൽ. അപ്പോൾ ഞങ്ങളത് നല്ല എല്ലാ സംകൂടെ വിളിച്ച് വാരിയിട്ട് ഒരു ചകപൊകായിട്ട് ചെരുപ്പ് വരെ ഇതിൻ്റെ ഉള്ളിലാട്ടോ വെക്കൽ. അപ്പോൾ ഇനി ഒക്കെ ക്ലീനാക്കി വെക്കണം എന്നുണ്ട്. പക്ഷേ എത്ര ഞാൻ ഇതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചാലും പിന്നെയും ഐസിന് ഓരോ ഡ്രസ്സ് എടുത്തുകൊണ്ട് പിന്നെയും പഴയ പോലെ തന്നെ ആക്കിയിട്ടാം. പിന്നെ ഇതിൻ്റെ കോലൊക്കെ കണ്ടാൽ തന്നെ അറിയില്ല നിങ്ങൾക്ക് ആ ഒരു വൃത്തിയും പൊടിപ്പൊക്കെ. അപ്പോൾ കുറച്ച് ഡ്രസ്സുകളുണ്ട് ഇവിടെ നമുക്ക് മടക്കി വെക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കട്ടെ. ഇതിപ്പോൾ നേരത്തെ അയലും ഒന്ന് എടുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഐസിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ മടക്കി വെക്കണത് കാരണം ഓൻ്റെത് ഞാൻ വേറെ വെക്കും. പക്ഷെ എന്നാലും ഓൻ്റെ തിരഞ്ഞ് ലാസ്റ്റിൻ്റെ കൂടി വലിച്ചിടും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഓനക്ക്. ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇതിലുള്ളതും ഒക്കെ ഒന്ന് ശരിയാക്കി വെക്കാനൊക്കെ ഉണ്ട്. അത് എത്രത്തോളം ശരിയാക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. പറ്റുന്നിടത്തോളം അങ്ങനെ വെക്കുകയാണ് ഞാൻ. പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കാണൂ, ആരും ലൈക്കും തരൂല കമൻറ്റും തരൂല കേട്ടോ. ഈ കണ്ടു പോകുന്നവരൊക്കെ നിങ്ങൾ ലൈക്കും കമൻറ്റും തരണേ പ്ലീസ്. അപ്പോഴാണ് നിങ്ങൾ ലൈക്കും കമൻറ്റ് ഇടുമ്പോഴാണ് പിന്നെ അടുത്ത ആൾക്കാരും കൂടെ യൂട്യൂബ് എൻ്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഇപ്പം തന്നെ ലൈക്ക് തരി കമൻറ്റും തരിട്ടാ മറക്കല്ലേ. എന്നിട്ട് വിശേഷങ്ങളും ഇതേപോലെയൊക്കെ തന്നെ ഔട്ടാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രം ചിലപ്പോൾ മാറി മാറി വരും. എന്നാലും അടുപ്പിച്ചിട്ട് തന്നെ ഒരേ ഫുഡ് തന്നെ കരം. ഇന്ന് മീൻ വാങ്ങിയാൽ നാളെ അതേ മീൻ തന്നെ കരം. അപ്പോൾ അതേ കറി തന്നെ കഴിക്കാരം. അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഫുഡിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്നും ഒരേപോലത്തെ വീഡിയോ തന്നെ. നിങ്ങൾക്കും ബോറടിക്കുണ്ടാവും എനിക്കറിയാം. എന്നാലും ഇപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ല വേറെ കാണിക്കാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് തട്ടി വിരിച്ച് ഇടണമെന്നുള്ളൂ. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കുട്ടികൾ കുത്തി മറിഞ്ഞ് പഴയ പോലെ തന്നെ ആക്കി തരും കേട്ടോ. എന്നാലും ഒരു സമാധാനത്തിന് ചെയ്യാണ്. ഞാൻ ഒരുവിധം ഇവിടെ ഉള്ളതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ എത്ര വിരിച്ചിട്ടാലും ഇങ്ങനെ അലങ്കോലാക്കി ഇടലാണ് കേട്ടോ കുട്ടികൾ. അതിനെ പിന്നെ ഡ്രസ്സൊക്കെ കുറച്ച് മടക്കിയാണ്ട് വെച്ചു. അപ്പോൾ സംഭവം സെറ്റാക്കി. ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കെടുക്കൽ ഞങ്ങൾ കെടുക്കലില്ല. ഒരാൾക്കേ കെടുക്കാൻ പറ്റുള്ളൂ. ആ സൈഡിൽ കെടുക്കാൻ പറ്റുള്ളൂ, ഈ സൈഡിൽ കെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു ഓടിൻ്റെ ആ ഭാഗത്ത് കെടുക്കലില്ല. പിന്നെ ഞാനും ഐസിനും കെടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങോട്ട് തലച്ചിട്ട് ഇവിടെയാണ് കെടുക്കൽ. കടലക്കറിയൊക്കെ റെഡി ആയിട്ട് അതിലേക്ക് ഉള്ളി തൂമ്പിച്ച് വയ്ക്കാനുണ്ടായിരുന്നു. താളിച്ച് വയ്ക്കുക, അത് ഒഴിച്ചു. അതിന് ശേഷം അത് മീൻ പൊരിക്കാണ്. അപ്പോൾ 2-3 കഷ്ണം മീൻ എടുത്തിട്ട് പൊരിക്കണം. ഉമ്മക്ക് പറ്റാത്ത മീനാണ് കേട്ടോ. ഇനി ഉമ്മ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണം. ഉമ്മ പറയുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കലില്ല കേട്ടോ അവിടെ. അത് എന്താണ് മീൻ്റെ പേര്? പിന്നെ ഞാൻ പറഞ്ഞു, അയിലക്കണയൻ കണയൻ മീൻ. അല്ലടാ ഓളെ മാപ്പലിൻ്റെ സെൽഫി സ്റ്റിക്കാണ് അത് ശരിക്കിലോ. ഓനെക്കെടുത്താ നാരങ്ങ കിട്ടിട്ടാ. നാരങ്ങ കിട്ടി. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടി നാരങ്ങ. ഐസിനെടുക്കണ്ട, ഞങ്ങൾ എടുത്തോണ്ട്. ഓക്കെ. അപ്പോൾ 2 നാരങ്ങയായിട്ട് ഫൗമ മടങ്ങുന്നു. അങ്ങനെ ഫൗമ നാരങ്ങ എടുക്കാൻ വന്നേനു കേട്ടോ. അപ്പോൾ നാരങ്ങ അപ്പം എത്തുമ്പല്ലേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എടുക്കൂട്ടോ. ഉള്ളത് ഒപ്പിച്ചിട്ട് എല്ലാവരും കൂടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതവിടെ എന്താണ് പാലാണ് കേട്ടോ തിളപ്പിക്കാൻ വെച്ചത്. അതിക്കത്തടി ഇട്ടിക്കണ് കറുത്തമുന്തിരി ഈത്തപ്പഴമാണ് കേട്ടോ മധുരത്തിന് ഇട്ടിക്കണത്. ഇത് ഓട്സാണ് അതിക്കിടുക അല്ലത് കാണിച്ചാ. ഞാൻ നാരങ്ങ അടുത്ത് വന്നപ്പോൾ പിന്നെ ക്ഷീണിച്ചു കേട്ടോ.
നാരങ്ങ കുറേ നേരം തെരഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ കണ്ടെത്തിയതാണ് അയിമേ. ഒക്കെ ഇപ്പം ഉണ്ടാവണുള്ളൂ ചെറുത് ഇട്ടാ. ഇനി ഇത് തിളക്കല്ലേ, ഇതിൽ പാലിൽ തിളപ്പിക്കല്ലേ, അപ്പോൾ തിളക്കട്ടെ. അപ്പോൾ ഓട്സാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനിയുള്ളത് ഇടാനുള്ള ഫ്രൂട്ട്സാണിത്. പഴം എടുത്തിട്ടുണ്ട്, പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്, ആപ്പിൾ ഉണ്ട്, കുറച്ച് ഇതെന്താണ് ബദാം തന്നെ അല്ലേ, ബദാം ഉണ്ട്, പിന്നെ എനിക്ക് പറയാൻ കിട്ടണി ഇതിന്റെ പേരെന്താന്ന് ഓർമ്മ എല്ലാം നീ കിട്ടുക. പഴം മാത്രമാണ് അത്ര ഇപ്പം ചേർക്കണത്, ബാക്കിയുള്ളതൊക്കെ ലാസ്റ്റ് അല്ലേ. പഴം ഇതിന്റെ കൂടെ വേവാനാ ഇതിന്റെ ഇപ്പൊ പഴം വേവണത്. ഉപ്പ് ഒരു നുള്ളുപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അത് ഉമ്മാക്ക് നിർബന്ധമാണ് ഉപ്പ് ഒരു നുള്ളിടണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊന്നും ഉപ്പൊന്നും ഇടലില്ല. മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ ഉമ്മ മധുരം ബാലൻസ് ചെയ്യണം എന്ന് പറഞ്ഞിക്കാണ്ട് ഒരു നുള്ളുപ്പിടും. അപ്പോഴാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പണ്ട് ഉപ്പിടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് ഉമ്മ മസാല ആക്കിയ സംഭവം ഇവിടെ പറയണ്ടേ. പണ്ടൊരു ദിവസം അംഗനവാടിയിൽ ഇതുണ്ടായിരുന്നു, എന്താണ് പോഷകാഹാരത്തിൻ്റെ എന്തോറ്റ ഒരു പരിപാടി ഇട്ടാ. അന്ന് എന്താണ് കൗമാരപ്രായക്കാരായ കുട്ടികളോ എല്ലാവരും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഓരോ വീട്ടിൽ നിന്നും പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നു. ഉമ്മ എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ട് ഉമ്മ ഉണ്ടാക്കി തന്നൊരു പായസം, കടല പായസം. എന്നിട്ട് ഉമ്മ അപ്പം പിടിച്ച് നിർത്തിക്ക് ഉണ്ടാക്കിയതാണ്. അന്ന് കടല ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വേവിച്ചുകൊണ്ട് കടലപ്പായസം ഉണ്ടാക്കി എന്നെ വിട്ട്. അങ്ങനെ കുറച്ച് ഓഫീസർമാരൊക്കെ വന്നിരുന്നു. ഒരു ടേസ്റ്റ് ചെയ്യാൻ എല്ലാ സാധനം വെച്ചു. ഒരു ടേസ്റ്റ് ചെയ്യാൻ നിന്നപ്പോൾ കടലപ്പായസം വെറൈറ്റി സംഭവം ഉണ്ടല്ലോ, അതെന്താ കാര്യം കടലപ്പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നിട്ട് വലിയ കാര്യത്തിൽ ടേസ്റ്റ് ചെയ്യാൻ നിന്നാ അതിൽ ഉപ്പാണ്ട് ഏറെ ഇട്ടിക്കണ എൻ്റെ അമ്മ. ഇതെന്താ പായസത്തിൽ ആദ്യമായിട്ടാണ് ഉപ്പുള്ളത്, എല്ലാവരും പാടി ഭയങ്കര കളിയാക്കി ചിരിച്ചല്. അപ്പോൾ പിന്നെ അവിടെ കുറേ ഉള്ള താത്തമാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഇടലുണ്ട് ഉപ്പ്, എന്താണ് പായസം ഉണ്ടാക്കുക, പായസത്തിൽ കാര്യങ്ങൾ ഉപ്പിടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരെല്ലാവരും കൂടി ഭയങ്കര ചെയ്തിട്ട്. അപ്പോൾ അവിടെയുള്ള കുറേ താത്തമാരൊക്കെ ഉണ്ടായിരുന്നു അംഗനവാടിൻ്റെ അടുത്തുള്ള. ഓരൊക്കെ പറഞ്ഞ് പായസത്തേക്ക് ഞങ്ങൾ ഉപ്പൊക്കെ ഇടലുണ്ട്, ചേർക്കലുണ്ട്, കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ. അപ്പോൾ കുട്ടികളല്ലേ ഒരു ഉണ്ടാക്കിയപ്പോൾ ചിലപ്പോൾ കുറച്ച് ഏറി പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ കുട്ടികൾ ഉണ്ടാക്കിയതാണെന്നാണ് ഓര് വിചാരിച്ചത്. പക്ഷേ കുട്ടികളെല്ലാം വലിയ ആൾ തന്നെയാണ് ഉണ്ടാക്കിക്കണം കേട്ടാ. ആ സംഭവം സ്പീഡിൽ ധൃതിയിൽ പെട്ട് പോവാൻ നിന്നപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയപ്പോൾ മനയൊന്ന് കുറച്ച് ഉപ്പ് ഏറി പോയതാണ്. അപ്പോൾ ഉപ്പിടുന്ന കാര്യം പറഞ്ഞാൽ അതാണ് പെട്ടെന്ന് ഓർമ്മ വരട്ടെ ഇങ്ങനെ പായസത്തേക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയാം. കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ കളി കഴിഞ്ഞിട്ട് അതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകണേ. ഓരോ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ്. ഇതിന് അപ്പുറത്തെ പെരേക്ക് ആ പെരേക്ക് പോയിക്കണം കേട്ടോ. ഓരോട് പൊയ്ക്കണേ. അവിടുത്തെ മോളാണ് നാരങ്ങക്ക് വന്നത്. അപ്പോൾ ഓളെ പിന്നാലെ കൂടിയിട്ട് ഓരോട് പൊയ്ക്കണം കേട്ടോ. അപ്പോൾ ഓനും പോയി. പിന്നെ കുട്ടികളും എല്ലാവരും എന്നോട് ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള സംഭവം ട്രൈപാഡ് എപ്പോഴാണ് വാങ്ങിയത് അതിനെ പറ്റിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സംഭവം അത് സെൽഫി സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇളച്ചൻ്റെ സെൽഫി സ്റ്റിക്കാണ്. അത് പൊട്ടിക്കണം. അതിൻ്റെ സ്റ്റാൻഡൊന്നും നല്ലപോലെ സെൽഫി സ്റ്റിക്ക് പറയുമ്പോൾ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിക്കിൽ ഇങ്ങനെ അമർത്തുമ്പോൾ സെൽഫീസ് അവിടെ കിട്ടണമല്ലോ. അപ്പോൾ ആ സ്വിച്ച് ബട്ടൺ പോയിക്കണിട്ട് അതിൻ്റെ അത് പോയപ്പോൾ ഒഴിവാക്കിയതേനു. അപ്പോൾ എന്നോ നമ്മളെ പെരയിലുണ്ട്. പക്ഷേ അതിമ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല അതിന് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ അത് അവിടെ അറിയാത്തതുകൊണ്ട് എന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ട് അത് അങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ കിട്ടിയപ്പോൾ ഞാനത് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഞങ്ങളുടെ മെഷീനാണ്. ഇതിമ ആരും അടിക്കലും നീ കാരണം ഒരു നേരം സൂചി പൊട്ടിയാൽ സൂചി ശരിയായി ഒന്ന് അടിച്ചാൽ നിന്നാൽ പിന്നെ സൂചി പൊട്ടും, സ്റ്റിച്ച് പിടിച്ചൂല, അങ്ങനെയൊക്കെ പല കംപ്ലൈൻറ്റ് വന്നിട്ട് അതിന്. ഇതൊക്കെ ഞങ്ങൾ വരച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വരച്ചതാണ്. ഇതും പിന്നെ അതേപോലെ ഇത് എൻ്റെ അനിയത്തി വരച്ചതാണ്. ഇതും എൻ്റെ അനിയത്തി വരച്ചതാണ്. പിന്നെ അത് ഞാൻ വരച്ചതാണ്. ഇത് ഞാൻ അനിയത്തി വരച്ചതാണ്. ഞാൻ വരച്ചതൊക്കെ നിങ്ങൾക്ക് വേറെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പൊട്ടച്ചിത്രങ്ങളൊക്കെയാണ് ഞാൻ വരച്ചിട്ടുണ്ടാവുക. പിന്നെ ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ. ഇതും ഞാൻ വരച്ചതാണ്. അപ്പോൾ ഓളന്ന് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിന് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ബാക്കിയുള്ള അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഓരോ കാട്ടിക്കൂട്ടി വെച്ചാണ് ഇതൊക്കെ ആകെ വൃത്തിയേടാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇതാകെ ഈ റൂം മൊത്തം ഞാൻ പലതും വരക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടാ ആരെങ്കിലുമൊക്കെ ഒന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ കെടുത്താനുള്ള റൂമാണിത്, നിങ്ങൾ കണ്ടൊക്കെ വരച്ചാൽ നാളെ ആൾക്കാർ വരുമ്പോൾ കാണാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കണ്ണൊട്ടിച്ചിട്ട് ലാസ്റ്റ് നിർത്തിയതാണ് കേട്ടോ വരക്കൽ. അങ്ങനെ ഓരോ ചുമരൊക്കെ ആകെ വൃത്തിയേടാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്ക് കാണിച്ചു നിങ്ങൾക്ക് എന്താണ് അവർ ചോദിക്കണത് എന്നുള്ളത് കേട്ടോ. ഈ കലാവിരുദ്ധമൊക്കെ നടത്തിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കൊലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ സിറ്റ് ഔട്ട്, ഞങ്ങളവിടെ കൊലായി എന്നാണ് പറയല്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഈ റൂമിലാണ് ഇതൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ റൂമിന് എന്താ പറയല് അറിയോ, മദ്രസ് റൂം എന്നാട്ടോ പറയല്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ മദ്രസ് സ്കൂളിലത്തും പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന റൂമേ കാരണം അതേ കാരണം അങ്ങനെ പറയണേ മദ്രസ് റൂം എന്ന്. അപ്പം എന്താണ് ആ റൂമിലാണ് ഇതൊക്കെ വരച്ച് കൂട്ടി വെച്ചേക്കണത്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇത് സെൽഫി സ്റ്റിക്കാണ്. എത്ര വേണമെങ്കിലും നീട്ടാൻ പറ്റും, നിങ്ങൾക്ക് അറിയില്ലേ, നീട്ടാൻ പറ്റും. പക്ഷേ ഈ സ്റ്റിക്കിൻ്റെ ഇതാ നമുക്ക് സെൽഫി സ്റ്റിക്ക് എടുക്കുക നമ്മളിങ്ങനെ പിടിച്ചിട്ട് ദൂരെ നിന്ന് പിടിച്ചിട്ട് ഇതിമേ ഇവിടെ ഇങ്ങനെ സ്വിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊന്നും എനിക്ക് കിട്ടും വലിയട്ടാ. അത് പൊട്ടിപ്പോയിട്ട് ഓരോ ഒഴിവാക്കിയിട്ടതാണ്. അപ്പോൾ ഇതിമേ ഇങ്ങനെ നെക്കിയാലല്ലേ, അപ്പോൾ അത് സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് ഓരോ ഒഴിവാക്കിയാണ്. ഞാൻ ഇവിടെ ഫോൺ വെക്കും. പിന്നെ അതേപോലെ നമുക്ക് ഇതിന് സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വെക്കട്ടത്.
പക്ഷേ എന്താണ് വെച്ചിട്ട് ഞാനങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത്രക്കൊരു പെർഫെക്റ്റ് ഇല്ല ഇത് വെക്കുമ്പോൾ ഇതിങ്ങനെ ഇളകിയിട്ടൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഞാൻ കുറച്ചൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒറ്റക്കുള്ള ഞാനാണല്ലോ ഒറ്റക്ക് ഇപ്പോൾ എല്ലാ വീഡിയോ എടുക്കൽ ഇതിമ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ ഇതാ അവിടെ ഇങ്ങനെ നിന്നോളും. നമുക്ക് ഇത് നീളം കൂട്ടൊക്കെ ചെയ്യട്ടാ. അപ്പോൾ ഞാൻ കൂട്ടാത്ത പറഞ്ഞാൽ ഒറ്റ കയ്യിൽ ഫോണായതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ ഇത് കുത്തി പിടിച്ച് ഇങ്ങനെ ദീപം അങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ നടക്കണിട്ടാണ് ഓരിനോട് ചോദിച്ചത് ഇതൊക്കെ എപ്പോഴാണ് വാങ്ങിയതെന്നാട്ടെ കുട്ടികൾ ചോദിക്കണേ. അപ്പോൾ എപ്പോഴും ഓലിനോട് പറയലുണ്ട് അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറയലുണ്ട്. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത് വാങ്ങിക്കൂടെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ പറയലുണ്ട്. അപ്പോൾ ഒരു ഇത് ചോദിക്കണം എപ്പോഴാണ് വാങ്ങിയതെന്ന്. അപ്പോൾ ഞാൻ ഓരോട് പറയണമൊക്കെ നിങ്ങൾ കേട്ടില്ല. അതിൻ്റെ ഇടയിൽ ഐസിന് അതട്ട പോയിട്ട് വരുന്ന് വേഗം വന്നോട് വാങ്ങി കൊടുക്കാനായിക്കിട്ട് മട്ടിക്ക് നോമ്പല്ലേ. വേവാ അപ്പോൾ അവിടെ അങ്ങനെ സർക്കിറ്റിന് പോകണാണ് കേട്ടോ. അവിടെ പോയിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ആ പോണ് ഗായ്സ് വിമാനം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഞങ്ങളെ പേരൻ്റെ മുകളിൽ കൂടെ വിമാനമൊക്കെ പോകും. ഐസിനെ അതടാ വലിയൊരു വിമാനം പോടേ പൊണ്ടടാ കണ്ടടാ എൻ്റെ ഇപ്പം അതിൽ വരുന്നേ നല്ല അടി കൂടെ പോകുന്നുണ്ട് കേട്ടോ വിമാനം. ആ പോണേ ഐസോ പെച്ചിക്ക് ചാറ്റാട്ടി കൊടുത്താ പെച്ചി അതിലാ വരുന്നേ. ആ പോണേ അങ്ങനെ വിമാനമൊക്കെ ഇതാ കണ്ണിന്ന് മാറയിൽ തുടങ്ങിയിട്ടാ. ബാങ്ക് കൊടുക്കാനായി. കുട്ടികളൊക്കെ ഇതാ ഓരോരുത്തരെ പെരേക്ക് പോകണു. എൻ്റെ കോഴിക്കളൊക്കെ ഇതാ ഈ ഉമ്മച്ചി എന്താ മാമു വരാത്ത് വറ്റരാത്ത് പറഞ്ഞിട്ട് നോക്കിക്കാണ്. ഇവർക്ക് പറഞ്ഞ ഒരു സ്വഭാവമുണ്ട്. ബാങ്ക് കൊടുത്ത് കുറേ കഴിഞ്ഞാൽ ഓല് കൂട്ടി കയറൂല. കുട്ടികളൊക്കെ ഇന്നിൻ്റെ ലൈവ് വീഡിയോ എടുക്കൽ കണ്ടിട്ടേ ഞാൻ ഇങ്ങനെ വീഡിയോ എല്ലാവരും മുന്നിൽ പോയിട്ട് ഇങ്ങനെ എടുക്കലില്ല. ഇടയ്ക്ക് ചെറിയ അറിഞ്ഞോണ്ട് അപ്പോൾ ഇതാ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ഓള് ചൂടാറ്റിയിട്ടത് ഇടുന്ന നോമ്പറക്കാനായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ സംഭവമൊക്കെ ഇതവിടെ റെഡി ആക്കണം. ഇനി ഇതിക്ക് മറ്റേ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാണ് കേട്ടോ. ഒക്കെ അവിടെ കൊട്ടൂടെ ഒന്നിച്ച് ഇങ്ങനെ ആടി കുഴങ്ങിയിരിക്കല്ലേ നിങ്ങൾ കോഴിനെ കൂട്ടാൻ പോകാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിക്കണം കേട്ടോ. നമ്മളെ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ അതേപോലെ ഫ്രൂട്ട് സലാഡ് അതൊക്കെ പോലെ തന്നെ ഇരിക്കണത് കാണാനും. അപ്പോൾ അതും സെറ്റായി. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് കോഴിക്കുട്ടന്മാർക്ക് അരി കൊണ്ടേ കൊടുക്കട്ടാ. എന്നാൽ പിന്നെ ഒരു കയറി ഇരുന്നോളും. അപ്പോൾ ഞാൻ കുറച്ച് അരിയൊക്കെ എടുത്തിട്ട് ഓരോരുത്തേക്ക് പോട്ടെ. എല്ലാവരും വരി കയറി കയറി ഇവരങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പിന്നാലെ തന്നെ കൂടി എടുക്കും. കൂട്ടുകാരി ഇട്ടാലും ഓല് നോക്കൂല. ഇങ്ങോട്ട് കയറി രണ്ടുക്കും നല്ല രണ്ടുക്കും ഞാൻ അരിയിട്ടിക്കണം. കരിക്കോളി അടക്കി ഇങ്ങനെ തിരഞ്ഞെടുക്കും. എന്നാലും എന്നെ ചുറ്റി പറ്റി നടക്കും. അയക്കാണ് കയറൂല. അപ്പം ഞാൻ കോഴിക്കൊക്കെ അരിയിടാൻ എന്താ ആ കാണുന്നത് ഇതാ ഒരു കമ്പനിയാണ് കേട്ടോ. അത് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ റോട്ടുമ്പോൾ തന്നെ നല്ല കാണൂട്ടത്. എല്ലാവരും ചോദിക്കല് അതെന്താണ് കേട്ടോ. സംഭവം എന്തിൻ്റെ കമ്പനിയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല കേട്ടോ. അത് താണേപ്പങ്കുന്നും വേണേ ഞങ്ങൾ അപ്പുറത്തെ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ ചിലവർ പറയുന്നത് പ്ലേറ്റിൻ്റെ കമ്പനിയാണ്, ചിലവർ പറയുന്നത് സോഫൻ്റെ കമ്പനിയാണ്. എന്തിൻ്റെ ആണെന്ന് പഠിച്ചെനിക്ക് അറിയട്ടോ. അപ്പോൾ ആ കമ്പനിയാണ് കാണുന്നത്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് കൂട്ടിലിട്ട് അപ്പോൾ പിന്നെ ഒരു കൂട്ടിലൊക്കെ കയറട്ടെ. അപ്പോൾ ഇതാ ബാങ്ക് ഇപ്പോൾ കൊടുക്കൂട്ടോ. അമ്മക്ക് ഇതേ ഇരിക്കാനും ടേബിള് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ ഞങ്ങൾ. അപ്പോൾ എല്ലാം ഇവിടെ ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. മക് കഴിക്കാൻ ഈത്തപ്പഴം വെള്ളം പിന്നെ അതേപോലെ നമ്മളെ കുക്കുംബർ ജ്യൂസ് പിന്നെ അതേപോലെ ഓട്സ് കടലക്കറി പൊറോട്ട ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മക് ഇതാ ഇനി നോമ്പ് ഇറക്കാനുള്ള ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തേക്കണേ. അങ്ങനെ ബാങ്കൊക്കെ ഇതാ കൊടുത്തു. ഉമ്മ നോമ്പൊക്കെ തുറന്നു കിട്ടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്കും കമൻറ്റും തരുന്നവരൊക്കെ വേഗം അതൊക്കെ തരട്ടെ. ചെയ്യാത്തവർ ചെയ്യുക സബ്സ്ക്രൈബ്. ലൈക്കും കമൻറ്റും ഇടാനുള്ളവരൊക്കെ ലൈക്കും കമൻറ്റും ഇടുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.